ഋഷികേശിലെ സന്ധ്യാകാഴ്ചകൾ അതിമനോഹരമാണ്. ആ സന്ധ്യാ സൂര്യൻ്റെ ചെറിയ പ്രകാശം വീണ് തിളങ്ങുന്ന ഗംഗാ നദിയുടെ ഓളങ്ങൾ, അതിൻ്റെ ഇരുകരകളിലും ദീപ ആരതിയുമായി നിൽക്കുന്ന ഭക്തജനങ്ങളും അതിനോടൊപ്പം മുഴങ്ങുന്ന ഭജനയും എത്ര ആസ്വാദ്യകരവും മനോഹരമാണ് ഈ ഗംഗയിലെ ഋഷികേശിൻ്റെ സന്ധ്യ. ഞങ്ങൾ ഋഷികേശിലെ ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ പ്രധാനമായിട്ടും പരമാർത്ഥ നികേതൻ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ആശ്രമത്തിൻ്റെ കവാടത്തിൽ തന്നെ ഒരു മുത്തശ്ശി അവിടെ കസേരയിട്ടിരിക്കുന്നുണ്ട്. വരുന്നവരെയും പോകുന്നവരെയും കാണാൻ അവരെ പലരും ആശ്രമത്തിൽ നിന്ന് വരുന്നവരൊക്കെ കുശലാന്വേഷണം നടത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പരമാർത്ഥ ആശ്രമത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ആശ്രമമാണ് പരമാർത്ഥ ആശ്രമം. ചുറ്റിനും ദീപാലങ്കാരങ്ങൾ കൊണ്ട് വളരെ നയനാനന്ദകരമാക്കി മാറ്റിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ആശ്രമം, വിശാലമായ ആശ്രമം. എന്തായാലും പരമാർത്ഥ ആശ്രമത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. പരമശിവൻ്റെ നടന രൂപത്തിലുള്ള ഒരു പ്രതിമ, അത് പ്രതിഷ്ഠയാണ് ഇവിടെ. അത് വെണ്ണക്കല്ലിൽ നിർമ്മിച്ചതാണ്. ഉടുക്ക് മുകളിലേക്ക് കൈകൊണ്ട് ഉയർത്തി കഴുത്തിലൊക്കെ പാമ്പ് ചുറ്റി നടന രൂപത്തിൽ നിൽക്കുന്നത്. ഇത് ചിത്രീകരിക്കാനും കാണാനും നിരവധി പേർ ചുറ്റിനും കൂടുന്നുണ്ട്. ഞങ്ങൾ ആശ്രമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് കടക്കുകയാണ്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും ഒക്കെ തിരിഞ്ഞ് മറിഞ്ഞു പോകാൻ പറ്റുന്ന ഇടങ്ങൾ. ഇവിടെയും പരമശിവൻ്റെ ഒരു ധ്യാനത്തിലിരിക്കുന്ന ഒരു പ്രതിമ കൃത്യമായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിഷ്ഠ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആശ്രമത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ആശ്രമ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് ഞങ്ങൾ. ഇവിടെ നൂറുകണക്കിന് ഭക്തർക്ക് താമസിക്കാനും അതുപോലെ യോഗ ആസനങ്ങൾ പഠിക്കാനും അതിൻ്റെ പ്രത്യേക കോഴ്സുകളും അതുപോലെ സത്സംഗമങ്ങളും ആത്മീയ കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ വളരെയധികം സൗകര്യപ്രദമായി തന്നെ അത് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്കെല്ലാം ഇവിടെ വന്ന് യോഗാസനവും അതുപോലെ ആത്മീയ പഠനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഈ പരമാർത്ഥ ആശ്രമത്തിലുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗംഗയുടെ തീരത്തേക്ക് ഇറങ്ങി. ഗംഗയുടെ സന്ധ്യാ കാഴ്ചകളാണ്, വളരെ മനോഹരമാണ്. അതിനെക്കുറിച്ച് ഞാൻ വർണ്ണിക്കുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ കണ്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. ഋഷികേശിലെ ഒരു സായാഹ്ന ദൃശ്യം. ഗംഗാതീരത്തെ സന്ധ്യാസമയത്തെ ആരതി കഴിഞ്ഞതിന് ശേഷം അവിടെ ഭജനയും അതുപോലെ ചിരാഗ് ഒഴുക്കുകയും ദീപങ്ങൾ ഒഴുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങളും അക്കരെ കൂടി കടന്നു പോകുന്ന വലിയ പാലത്തിലെ ദീപ അലങ്കാരവും അതിൻ്റെ സൗന്ദര്യവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങക്കരെ ദീപങ്ങൾ ഒഴുക്കുന്ന ചിരാതുകളും അതുപോലെ ദീപങ്ങളും ഒഴുക്കുന്ന പ്രവൃത്തി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും ഇക്കരെ നിന്ന് പകർത്തിയ ദൃശ്യമാണ്. सत्य सनातन धर्म की जय, गौ माता की जय, गायत्री माता की जय, सरस्वती महारानी की जय, गंगे महारानी की जय, भारत माता की जय, सदगुरुदेव भगवान की जय, बाबा कालीचंद्र महाराज की जय। ओम हर 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 महादेव। ഗംഗാനദിയിൽ ഈ ദീപങ്ങൾ ഒഴുക്കിവിടുന്ന രീതിയുണ്ട്. ആരതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമുക്ക് കരയിൽ നിന്നും അത്തരത്തിലുള്ള ദീപങ്ങൾ വാങ്ങാൻ കിട്ടും. അത് പ്രകാശിപ്പിച്ച് അത് കൊളുത്തി ഇങ്ങനെ ഗംഗാനദിയിലേക്ക് ഒഴുക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് പല കരകളിലും ഈ ഗംഗാനദിയുടെ കരകളിൽ പലരും ഭക്തർ അത് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദീപങ്ങൾ ഇങ്ങനെ ഒഴുക്കിവിടുന്ന ദീപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഗംഗാനദിയുടെ ആ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ആ ദീപം ഇങ്ങനെ ഗംഗാനദിയിൽ ഒഴുക്കുന്നത് കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണിത്. ഒരു ദീപം മാത്രം കൊളുത്തി ഒഴുക്കുന്ന ഒരു ദൃശ്യം ഞാൻ പകർത്തുന്നതാണ്. ഇതുപോലെ അനേക ദീപങ്ങൾ കൊളുത്തി ഒഴുക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവരാണെങ്കിലേ എന്താണെങ്കിൽ ഈ വെള്ളം ഇത് അടിച്ചോണ്ട് പോകുന്നു. കരയിൽ വെച്ചാൽ ഞങ്ങൾ ഇറങ്ങണ്ട. ഓക്കെ. ഋഷികേശിലെ സന്ധ്യാക്കാഴ്ചകൾ കുറേയൊക്കെ നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്ന വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഋഷികേശിലെ പട്ടണത്തിലൂടെ ഈ തെരുവുകളിലൂടെ ഒരു ഓട്ടോയിൽ ഞങ്ങൾ സഞ്ചരിക്കുന്നു. അതിൻ്റെ ഋഷികേശിലെ ഈ തെരുവുകളുടെ ദൃശ്യങ്ങളാണ് ഒന്ന് ഓട്ടോയിലിരുന്ന് പകർത്തിയത്. തൊട്ടപ്പുറത്ത് അടുത്ത് കാണുന്ന ജംഗ്ഷനിലാണ് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ഇത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ഇവിടെ നിന്നും ബദരിയിലേക്ക് 291 കിലോമീറ്ററും അതുപോലെ ശ്രീനഗറിലേക്ക് 108 കിലോമീറ്ററും ദേവപ്രയാഗിലേക്ക് 70 കിലോമീറ്ററും നേരെ യാത്ര ചെയ്താൽ എത്താമെന്നാണ്. അത് കഴിഞ്ഞ് ഇടത്തേക്ക് യാത്ര ചെയ്താൽ ഗംഗോത്രിയിലേക്ക് 215 കിലോമീറ്ററും ടെഹരി ഗർഹ്വാളിലേക്ക് 70 കിലോമീറ്ററും ചാമ്പയിലേക്ക് 59 കിലോമീറ്ററും ഉണ്ട് എന്ന് കാണിക്കുന്ന ആർച്ച് നെയിം ബോർഡിൻ്റെ അകത്തുകൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഈ പ്രദേശത്ത് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.